Hi friends, welcome to my food diary. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ ഹൽവയാണ്. അത് സ്ട്രോബെറി വെച്ചിട്ട് ഹൽവ. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം പുതിയ നോട്ടിഫിക്കേഷനായിട്ട് ആ ബെൽ ഐക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. സാധാരണ നമ്മൾ ഫ്രൂട്ട്സ് ഒക്കെ വെച്ച് ഹൽവ ഉണ്ടാക്കുമ്പം അതിനകത്ത് കോൺഫ്ലോർ ആണ് യൂസ് ചെയ്യുന്നത്. പക്ഷെങ്കിൽ ഞാനിവിടെ വ്യത്യസ്തമായിട്ട് ഇവിടെ ഗോതമ്പ് പൊടി തന്നെയാണ്. അതായത് നമ്മൾ ഗോതമ്പ് ഹൽവ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്താണ് യൂസ് ചെയ്യുന്നത് ആ ഒരു മെത്തേഡിലാണ് നമ്മളിത് ചെയ്യുന്നത്. അതിനായിട്ട് ഞാനിവിടെ ഒരു 1.5 കപ്പ്, അതായത് 250 ml നമ്മുടെ മെഷറിംഗ് കപ്പ് ഉണ്ടല്ലോ, അതിന് ഒരു 1.5 കപ്പ് ഗോതമ്പ് പൊടി ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇതൊന്ന് നമുക്കൊന്ന് കുഴച്ചെടുക്കാം. ഗോതമ്പ് പൊടി ഇതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നികപ്പം നിൽക്കുന്ന പോലെ, അതായത് ഇത് മൂടി കിടക്കുന്നത് പോലെ നമുക്ക് ഇതിനകത്ത് വെള്ളം ഒഴിക്കാം. നമുക്ക് ഇതിനകത്തുനിന്ന് ഇതിൻ്റെ പാലെടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഇതേ ഈ ഗ്ലാസ്സിന് ഞാനൊരു 2.5 ഗ്ലാസ് വെള്ളം ഇതിനകത്ത് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതൊരു 1 മണിക്കൂറോളം നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പം നമ്മൾ ഗോതമ്പ് പൊടി കുഴച്ച് അതിൻ്റെ പാലെടുക്കാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്ക് ആ സമയത്തിനേക്ക് ഞാൻ ഇതേപോലെ ഈ സ്ട്രോബെറി എല്ലാം നല്ലപോലെ ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതൊരു 1/2 കിലോ സ്ട്രോബെറി ഉണ്ട്. ഇനി ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കണം. ഇപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചെറുതായിട്ട് ഇതിനകത്തൊന്ന് ഇതുപോലെ ഒന്ന് ഉടച്ചു കൊടുക്കാം. നല്ലതുപോലെ ഞെരടിയെടുക്കണം. കുറച്ച് നേരം നമ്മൾ ചെയ്തതിന് ശേഷം ഇതിനകത്തുനിന്ന് നല്ലതുപോലെ പാല് വരത്തുള്ളൂ. നമ്മൾ ഗോതമ്പ് നല്ലതുപോലെ ഞെരടി നല്ലതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പം അതിനകത്ത് വേസ്റ്റ് മാത്രം, നല്ലതുപോലെ അതിൻ്റെ വേസ്റ്റ് മാത്രം വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് അരിച്ചെടുക്കണം. 1-2 തവണ അരിച്ചെടുക്കുന്നത് നല്ലതായിരിക്കും. നല്ലപോലെ ഒന്ന് പിഴിഞ്ഞ് കൊടുക്കാം നമുക്ക്. നമ്മൾ ഒന്നും കൂടെ ഇതൊന്ന് അരിച്ചെടുക്കണം. അപ്പോൾ കറക്റ്റ് അതിൻ്റെ തവിടൊക്കെ പോയിട്ട് അതിൻ്റെ ആ ഉമിയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ പോയിട്ട് ഇത് ചെയ്ത് കിട്ടും. ഇത് നല്ല ഗോതമ്പിൻ്റെ പൊടിയായിരുന്നത് കാരണം ഇത് ഇതുപോലെ ഉമിയൊക്കെ വന്നേക്കുന്നത്. അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള ഗോതമ്പിൻ്റെ പൊടി വെച്ച് ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കും, നല്ല രുചിയായിരിക്കും. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ശരിക്കുള്ള ഗോതമ്പ് വാങ്ങിച്ച് പൊടിച്ചെടുത്താലും നമുക്ക് നല്ല രീതിയിൽ പാല് കിട്ടും. ഞാൻ ഇതിനകത്ത് നല്ലതുപോലെ പിഴിഞ്ഞ് അതിൻ്റെ പാലെല്ലാം എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്നും കൂടെ നമുക്കൊന്ന് അരിച്ചെടുക്കാം. ഞാനിപ്പോൾ ഈ ഗോതമ്പ് പാല് നല്ലതുപോലെ 2-3 തവണ അരിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു 1/2 മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇതിനകത്തെ വെള്ളം ഒന്ന് അടിഞ്ഞ് അതിൻ്റെ തനിപ്പാൽ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് ഇതിങ്ങനെ ഡയറക്റ്റ് തന്നെ വെച്ച് വേണമെങ്കിലും ഹൽവ ഉണ്ടാക്കാം. പക്ഷേ അന്നേരം ഒരുപാട് സമയമെടുക്കും. അതുകൊണ്ടാണ് നമ്മൾ ഇതൊരല്പം ഒന്ന് അടിയാൻ വെച്ചിട്ട് അതിൻ്റെ ആ പാലെടുക്കുന്നത്. നമ്മളിവിടെ ഗോതമ്പിൻ്റെ പാല് അത് അടിയാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം നമുക്ക് മനസ്സിലാവും ഒരു 1/4 ഭാഗത്തോളം വെള്ളമായിട്ടുണ്ട്. ഇനിയിപ്പം നമുക്കിത് ഈ വെള്ളം ഊറ്റി കളഞ്ഞിട്ട് നമുക്കിത് അടുപ്പിൽ വെക്കാം. നമുക്ക് അടി കട്ടിയുള്ള ഇതുപോലെ ഒരു കടായി വെച്ചതിന് ശേഷം ഞാനിവിടെ ഒരല്പം നെയ്യ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ഒരുവിധം ഒന്ന് ഉരുക്കി വരുമ്പോഴത്തേക്ക് നമ്മൾ ഊറ്റി മാറ്റി വെച്ചിരിക്കുന്ന ഗോതമ്പ് പാല് ഒഴിച്ചു കൊടുക്കാം. ഇതോടൊപ്പം ഞാനിവിടെ ഒരു 1.5 കപ്പ് പഞ്ചസാര എടുത്ത് വെച്ചിട്ടുണ്ട്. അതുകൂടെ ചേർത്ത് കൊടുക്കും. ആദ്യം മൊത്തം ചേർത്ത് കൊടുക്കുന്നില്ല, കുറച്ച് മാത്രം ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ നല്ലതുപോലെ ഇളക്കി കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അടി കട്ടി പിടിക്കാൻ തുടങ്ങും. നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. ഇതിപ്പോൾ നല്ലതുപോലെ തിക്കായിട്ട് വരുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഒരു പരുവത്തിൽ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന സ്ട്രോബെറി കൂടെ നമുക്ക് ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം. നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന സ്ട്രോബെറി ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. മീഡിയം ഹീറ്റിലിട്ട് വേണം ഇത് ചെയ്യാനെ കൊണ്ട്.
ഇനി ഇത് നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. നമ്മൾ മീഡിയം ഹീറ്റിൽ വെച്ചാണ് ചെയ്യുന്നത്, അല്ലെന്നുണ്ടെങ്കിൽ ആ ഗോതമ്പ് ഭയങ്കരമായിട്ട് കട്ട പിടിക്കും. ഇതിലേക്ക് നമ്മൾ ബാക്കി മാറ്റി വെച്ചിരുന്ന പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. സ്ട്രോബെറിക്ക് വലിയ മധുരം ഇല്ല, അതുകൊണ്ടാണ് ഞാൻ ഇത്രയും 1.5 കപ്പ് പഞ്ചസാര ചേർത്തത്. നമ്മൾ എടുക്കുന്ന ഫ്രൂട്ട്സ് ഏതാണോ അതിനനുസരിച്ച് നമ്മൾ മധുരം കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യണം. നമ്മൾ ഈ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കണം. ഏകദേശം ഒരു 4-5 സ്പൂണോളം നെയ്യ് വേണം ഇതിനകത്ത്. ഇപ്പം നമ്മൾ ഓൾറെഡി 3 സ്പൂണോളം ചേർത്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇതൊരു 3/4 ഭാഗം പരുവം ആയി കഴിയുമ്പോൾ നമ്മൾ അതിൻ്റെ പരുവം നോക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ ചേർത്ത് കൊടുക്കുകയുള്ളൂ. ഇത് നല്ലതുപോലെ നിർത്താതെ നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. നല്ലപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ ഏകദേശം കുറുകി വരുന്നുണ്ട്. നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ഒരു 3/4 പരുവം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ആവശ്യത്തിന് ഏലക്കാപ്പൊടി ഇട്ട് കൊടുക്കാം. നമ്മളിതിനകത്ത് എസൻസ് ഒന്നും ചേർക്കുന്നില്ല. വേണമെന്നുണ്ടെങ്കിൽ സ്ട്രോബെറിയുടെ ഫ്ലേവറും ഒക്കെ ചേർക്കാം. നമ്മളിപ്പോൾ ഇതിനകത്ത് ഒന്നും തന്നെ ചേർക്കുന്നില്ല, അതുകൊണ്ടാണ് ഏലക്കയുടെ പൊടി ഇട്ടത്. നമുക്ക് 1 സ്പൂൺ കൂടെ നെയ്യ് കൂടി ഇട്ട് കൊടുക്കാം. സൈഡ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അതിനകത്തുനിന്ന് എണ്ണയൊക്കെ ഇതേപോണക്ക് ഇതിൻ്റെ നെയ്യൊക്കെ നല്ലതുപോലെ വിട്ട് വരുന്നുണ്ട്. ഈ ഒരു പരുവത്തിൽ നമുക്ക് ഇതിനകത്തോട്ട് അണ്ടിപ്പരിപ്പും കൂടെ ഇട്ട് കൊടുക്കാം. അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയോ എന്താ നിങ്ങൾക്ക് ഇടയിലുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് നട്ട്സ് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ കാഷ്നട്ടാണ് യൂസ് ചെയ്തേക്കുന്നത്. അതുകൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പം പരുവമായിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഞാൻ ഇതേപോലെ ഒരു ട്രേക്കകത്ത് ഒരല്പം നെയ്യ് പുരട്ടി വെച്ചിട്ടുണ്ട്. നമുക്കതിനകത്തോട്ട് ഇത് ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ നല്ലപോലെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിൽ കുറച്ചുകൂടെ അണ്ടിപ്പരിപ്പ് ഇതേപോലൊക്കെ ഇട്ട് കൊടുക്കാം. നിർബന്ധമില്ല, അതൊക്കെ നിങ്ങളുടെ ഓരോരുടെ ഇഷ്ടത്തിന് ചെയ്യാവുന്നതാണ്. ഇത് വീണ്ടും ഒന്നും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് നല്ലപോലെ അതിനകത്ത് പിടിച്ചിരിക്കും. എന്നിട്ടിത് നമുക്ക് നല്ലതുപോലെ ആറിയതിന് ശേഷം നമുക്കിത് മുറിച്ചെടുക്കാം. നമ്മുടെ ഹൽവ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മളത് പീസ് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ലതുപോലെ റെഡിയായി വന്നിട്ടുണ്ട്. ഈ ഒരു കളറിൽ ഇതേ രീതിയിൽ തന്നെ നമുക്ക് ഏത് ഫ്രൂട്ട്സ് വേണമെങ്കിലും ചെയ്യാം കേട്ടോ. നമുക്കിപ്പം സ്ട്രോബെറി അവൈലബിൾ അല്ലല്ലോ. അപ്പം നമുക്ക് സീസൺ അനുസരിച്ച് ഇത് ഏത് ഫ്രൂട്ട്സ് കൂടുതലായിട്ട് കിട്ടുന്നു ആ ഫ്രൂട്ട്സ് നമുക്ക് ഇതേപോലെ ചെയ്യാവുന്നതാണ്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം പുതിയ നോട്ടിഫിക്കേഷനായിട്ട് ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ നമുക്ക് പുതിയൊരു റെസിപ്പിയുമായി അടുത്ത് തന്നെ കാണാം. ബൈ.